എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 150/2017. വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തമിഴകത്തിലെ ഐന്തിണൈകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത്. തമിഴകത്തെ ഐന്തിണൈകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മരുതം. മരുതം എന്നാണ് തമിഴകത്തിലെ ഐന്തിണൈകളിൽ കൃഷി ചെയ്തിരുന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏത്? മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏതാണ്? ഓപ്ഷൻ എ തിരുവിതാംകൂർ. തിരുവിതാംകൂറാണ് മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ഓപ്ഷൻ സി ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക് എന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി തിരുനെല്ലി. തിരുനെല്ലിയാണ് കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം. ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ആണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു നിക്ഷേപം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി നിർഭയ. നിർഭയ പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചതെവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി കേരളം. കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചത്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ബി NH-44. NH-44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത.
കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം. കേരളത്തിലെ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ഡി 4. കേരളത്തിൽ 4 അന്തർദേശീയ വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാൾ ഗസറ്റ് ദിനപത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ബംഗാൾ ഗസറ്റ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തിലാണ് കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് കുംഭമേള ആഘോഷിക്കുന്ന സംസ്ഥാനം. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലാദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലാദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓപ്ഷൻ എ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലാദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത് മൃഗമാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത് മൃഗമാണ്? ഓപ്ഷൻ ബി സിംഹം. സിംഹമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം. 1917 ചമ്പാരനിൽ ഗാന്ധിജി ഏത് വിഭാഗം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്? 1917 ചമ്പാരനിൽ ഗാന്ധിജി ഏത് വിഭാഗം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്? ഓപ്ഷൻ സി നീലം. 1917 ചമ്പാരനിൽ ഗാന്ധിജി നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലാദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലാദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. ഇന്ത്യയിലാദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റണിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റണിൽ വെള്ളി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. ഓപ്ഷൻ ഡി പി വി സിന്ധു. പി വി സിന്ധു ആണ് ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റണിൽ വെള്ളി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വർഷം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത വർഷം.
ഓപ്ഷൻ ബി 1931. 1931 ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവാണ് ഓപ്ഷൻ ഡി സൂര്യ സെൻ. സൂര്യ സെൻ ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഫസൽ അലി. ഫസൽ അലിയായിരുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം ഏത്? ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി IRNSS. IRNSS ആണ് ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം. IRNSS. കേരള സാഹിത്യ അക്കാദമി ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? പ്രൊഫസർ കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പേര് പ്രൊഫസർ കെ സച്ചിദാനന്ദൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ ആര്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ. ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം. ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം. ഓപ്ഷൻ എ കസ്റ്റംസ് തീരുവ. തന്നിരിക്കുന്നവയിൽ കസ്റ്റംസ് തീരുവയാണ് ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി കോറമാൻഡൽ തീരം. കോറമാൻഡൽ തീരം എന്നാണ് ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റേത്? ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ലൂ. ലൂ ആണ് ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാക്കുന്ന ഉഷ്ണക്കാറ്റ്. ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്?
ഓപ്ഷൻ ഡി ഗംഗ. ഗംഗ നദിയുടെ ഒരു പോഷക നദിയാണ് ഭഗീരഥി. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ശരാവതി. ദക്ഷിണേന്ത്യയിലെ ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏത്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപ്പാദന കേന്ദ്രം തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപ്പാദക കേന്ദ്രം? ഓപ്ഷൻ എ പിംപ്രി. പിംപ്രിയാണ് ഇന്ത്യയിലെ പ്രധാന രാസവള ഉൽപ്പാദന കേന്ദ്രം. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി സിക്കിം. സിക്കിം സംസ്ഥാനത്തിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ അമേരിക്ക. അമേരിക്കയാണ് ഭരണഘടനയുടെ ആമുഖത്തിന് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി? വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം? ദേശീയ പട്ടികജാതി കമ്മീഷനിലെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം? ഓപ്ഷൻ സി 5. 5 അംഗങ്ങളാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ഉള്ളത്. മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ ക്രൈം? മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ ക്രൈം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സ്പൂഫിംഗ്. സ്പൂഫിംഗ് എന്നാണ് മറ്റൊരാളുടെ ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ മോഷ്ടിച്ച് അതുവഴി നടത്തുന്ന തട്ടിപ്പിലൂടെയുള്ള സൈബർ ക്രൈം അറിയപ്പെടുന്നത്. സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ്? സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി 66F. 66F ആണ് സൈബർ ടെററിസം തടയുന്നതിനുള്ള IT ആക്ടിലെ വകുപ്പ്. ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം? ഇന്ത്യയിലാദ്യത്തെ
സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സംസ്ഥാനം. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പേത്? സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി 498 IPC. 498 IPC ആണ് സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 85-ലും 86-ലുമായിട്ടാണ് സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്. നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വയ്ക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട്. ചരക്ക് സേവന നികുതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ചരക്ക് സേവന നികുതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2016 ഓഗസ്റ്റ്. 2016 ഓഗസ്റ്റിലാണ് ചരക്ക് സേവന നികുതി ബിൽ പാർലമെൻറ്റ് പാസാക്കിയത്. കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം? കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് കണ്ടൽ വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. 2016 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്? 2016 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ സി ബോബ് ഡിലൻ. ബോബ് ഡിലനാണ് 2016 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്. സൗത്ത് കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഓപ്ഷൻ എ 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത്? ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് ഔഷധ വിതരണ രംഗത്തെ വിദ്യാഭ്യാസ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്നത്. ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന ഏത്? ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ എ WWF. WWF ആണ് ജീവനുള്ള ഗ്രഹത്തിനായി എന്ന ആപ്തവാക്യമുള്ള പരിസ്ഥിതി സംഘടന. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം? ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം? ഓപ്ഷൻ ബി അനുസാറ്റ്. അനുസാറ്റ് ആണ് ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച കൃത്രിമോപഗ്രഹം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം?
പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം? ഓപ്ഷൻ സി PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ബി 1946. 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അടുത്തു വരുന്ന ചോദ്യങ്ങൾ പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.